വഖഫ് ബില്ല് പാസ്സായി മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീര് തുടച്ചിരിക്കുകയാണ് മോദി സർക്കാർ. അതിനു പിന്നാലെയാണ് കിരൺ റിജ്ജു മുനമ്പ സന്ദർശിക്കുകയാണ്. ആ ജനങ്ങൾ വലിയ ആഹ്ലാദത്തിലാണ്. അത് നാം കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തെത്തിയതിനു പിന്നാലെ 50-ലധികം പ്രവർത്തകർ BJP-യിൽ ചേരുകയും വലിയ ആഹ്ലാദ പ്രകടനം. BJP നേതാക്കൾക്ക് ചിലപ്പോൾ ഒരു വർഷം മുൻപോ 2 വർഷം മുൻപോ BJP നേതാക്കൾക്ക് ഈ സ്വീകരണം അവിടെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ പറയുന്നത് ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുക. അതിൽ നിന്നെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. കിരൺ റിജ്ജുവിന്റെ വരവോടുകൂടി തന്നെ അവിടെ എന്ത് സംഭവിക്കും? BJP-യുടെ ഒരു സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രമാണത്. കാരണം ഒരു അവസരം അവർ നോക്കിയിരിക്കുകയായിരുന്നു. കേരളത്തിലെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി വലിയ തോതിൽ അത് അവർക്കിപ്പോൾ ആ അവസരം ലഭിച്ച അവസരത്തെ അവർ നല്ല രീതിയിൽ വിനിയോഗിച്ചിരിക്കുന്നു. അത് അവരുടെ രാഷ്ട്രീയ നേട്ടമാണ്. BJP അതിനകത്ത് അധാർമികമായിട്ടൊന്നും അവർ ചെയ്തില്ല. ഒരു ന്യായമായ കാര്യത്തിന് വേണ്ടി അവർ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനൊപ്പവും നിന്നു. അവർക്ക് ഒപ്പം മാത്രമല്ല, അതുപോലെ തന്നെ ഈ വഖഫിൻ്റെ ഈ പറയുന്ന കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്ന മുസ്ലിങ്ങളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, എല്ലാവരോടും ഒപ്പം ചേർന്ന് നിൽക്കാൻ BJP-ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി 2 രാഷ്ട്രീയ പാർട്ടികളും അവരെ കൈയൊഴുകുകയും അതെ, സുരേഷ് ഗോപി പറയുന്നത് പോലെ തന്നെ ഒരു പ്രമേയം വരെ നിയമസഭയിൽ പാസ്സാക്കി. എന്താ പറയണ്ടേ, വഖഫ് ബില്ല് ഭേദഗതി ബില്ല് ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രമേയം പാസ്സാക്കി അങ്ങോട്ട് അയച്ചു കൊടുത്തതാണ്. ഇപ്പോൾ അത് അറബിക്കടലിൽ കിടക്കുകയാണ്, മുങ്ങി താന്നുപോയി ആ പ്രമേയം. അത് മുനമ്പത്തുകാർ തന്നെ കൊണ്ട് മുക്കി അതിനെ അറബിക്കടലിൽ. എന്തായാലും ഈ മുത്തലാഖ് വന്നപ്പോഴും ഇതുപോലെയായിരുന്നു. മുത്തലാഖ് വലിയ തോതിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി. പക്ഷേ മുസ്ലിം സ്ത്രീകൾ ആരുടെ ഒപ്പമാണ് നിന്നത്? അതുകൊണ്ട് BJP-ക്കുണ്ടായ നേട്ടം എന്താണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ കേരളത്തിലെ കോൺഗ്രസും CPM-ഉം നേതൃത്വം നൽകുന്ന 2 മുന്നണികളുണ്ട്, UDF-ഉം LDF-ഉം. അവർ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കില്ല, വഞ്ചിക്കാൻ സാധിക്കില്ല എന്ന് അവർ തിരിച്ചറിയണം. ഈ ഒരു സംഭവം അതിന് സഹായകരമാണ്. ഇപ്പോൾ കിരൺ റിജിജു വരുന്നത് വെറുതെ അല്ല. കിരൺ റിജിജു നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ബുദ്ധമതാനുയായിയാണ്, ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ, നമുക്കറിയാം ഗോവയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. അവിടുത്തെ മിക്ക സംസ്ഥാനങ്ങളും, ഈ വടക്ക് കിഴക്കുള്ള 7 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് എല്ലായിടത്തും, ആസാം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വലിയ തോതിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളുള്ള സ്ഥലമാണ്. അവിടെ ആരാ ഭരിക്കുന്നത്? അവിടെ ആരാ ജയിക്കുന്നത്? ഈ പറയുന്ന കോൺഗ്രസ് അവിടെ ഇല്ലേ? ക്രിസ്ത്യൻ പാർട്ടികൾ അവിടെ ഇല്ലേ? എന്നിട്ടും അവിടെ BJP ജയിക്കുന്നു. BJP കൂട്ടുകക്ഷി ഇതിലാണെങ്കിലും അധികാരത്തിൽ വരുന്നു. ഇത് ചെറിയ കാര്യമാണ്. അപ്പോൾ BJP-യുടെ തന്ത്രം, രാഷ്ട്രീയ തന്ത്രം വളരെ കൃത്യമായിട്ട് വിജയിക്കുന്നു എന്നാണ്. നിങ്ങളുടെ മതവിശ്വാസം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, പക്ഷെ നിങ്ങൾ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ ചേർന്ന് നിൽക്കണം. നോക്കൂ, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ചെന്നില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. അത് അവിടെ എല്ലാവരും തുറന്ന് സമ്മതിക്കുന്നതാണല്ലോ. ഒരു കാലത്ത് ആ വിഭാഗങ്ങൾ, ആ നാട്ടുകാർക്ക് ഇത് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് സംശയിച്ചിരുന്ന ഒരു കാലം. അവര് ഡൽഹിയിൽ പോകുന്നതിനെ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് BJP-ക്ക് ഇത്രയൊക്കെ നേടാൻ സാധിച്ചെങ്കിൽ, രാഷ്ട്രീയമായിട്ട് നേട്ടം കൊയ്തെങ്കിൽ, എന്തുകൊണ്ട് അവരെ ഇന്ത്യക്കാരാക്കി മാറ്റി? കേരളത്തിലും അത് തന്നെയാണ്. കേരളത്തിൽ RSS-നും BJP-ക്കും വലിയ സ്വാധീനമുണ്ട്. പക്ഷേ BJP-ക്ക് ഇല്ലാത്തത് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ്. നമ്മൾ ആലോചിക്കണം, 2004 മൂവാറ്റുപുഴ എന്നൊരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് PC തോമസ് എന്നൊരാൾ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. അതൊരു വലിയ ട്വിസ്റ്റായിരുന്നു, ഒരു വലിയ വഴിത്തിരിവായിരുന്നു. പക്ഷേ BJP അതിൽ നിന്ന് വേണ്ടത്ര പാഠം പഠിച്ചില്ല. കേന്ദ്ര നേതൃത്വമാകട്ടെ, സംസ്ഥാന നേതൃത്വമാകട്ടെ, അവർക്ക് വൈകി വന്ന വിവേകമാണ് ഇത് എന്ന് ഞാൻ പറയും. അന്ന് വളരെ കൃത്യമായിട്ട് PC തോമസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും അതുപോലെ BJP-യുടെയും വോട്ട് കൊണ്ടാണ് അവിടെ ജയിച്ചത്. അദ്ദേഹം അതിനു മുമ്പ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു, കുറച്ചുനാൾ അദ്ദേഹം സഹമന്ത്രിയായിരുന്നു. ആ സഹമന്ത്രിയായിരുന്ന ആൾ മത്സരിച്ച് അവിടുന്ന് ജയിച്ചു. അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിപ്പോൾ ഈ മുനമ്പം വിഷയത്തിലൂടെ അത് കൂടുതൽ വെളിപ്പെട്ടിരിക്കുകയാണ്, കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്.
കാരണം ഇവിടുത്തെ ക്രിസ്തുമത വിശ്വാസികൾക്ക്, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: അവരെ രക്ഷിക്കാൻ ആപത്ഘട്ടത്തിൽ ഈ രണ്ട് മുന്നണികളും വരില്ല, കോൺഗ്രസും വരില്ല, CPM-ഉം വരില്ല. അവിടെ വന്നത് BJP മാത്രമാണ് എന്ന് അവർക്ക് വ്യക്തമായി, പകൽ പോലെ അത് തെളിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താ പറഞ്ഞത്? 50 പേര് BJP ചേർന്നു, അത് അവർ നേരത്തെയും BJP ആയിരുന്നു. കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് സതീശൻ അറിയുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ സതീശൻ പറവൂര് ജയിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ വിഷമിച്ച് ആദ്യം പുറയിലേക്ക് പോയി, പിന്നീട് വലിയ രീതിയിൽ വലിയ ഫൈറ്റ് നടത്തിയാണ് സതീശൻ, അതും വലിയ ഭൂരിപക്ഷമൊന്നുമില്ല. അങ്ങനെയുള്ള സതീശൻ ഇനിയെങ്കിലും തിരിച്ചറിയണ്ടേ ഈ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത്? BJPയെ സംബന്ധിച്ച് RSS എന്ന് പറയുന്നത് ഈ ബില്ല് പാസ്സാക്കിയതിന് പിന്നാലെ തന്നെ അതും പാസ്സാക്കിയ മന്ത്രി തന്നെ വരികയാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ രാജീവ് മുനമ്പ് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ട നരേന്ദ്രമോദിയെ നേരിട്ട് കാണണമെന്നാണ്. ഇപ്പോൾ മന്ത്രി വരികയാണ്, ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി വരാനുള്ള സാധ്യത അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ പ്രയാസം അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ നേരിടുന്ന ജനവിഭാഗത്തിൻ്റെ കൂടെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അവരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാൻ അദ്ദേഹം എത്തിക്കൂടായികയില്ല. കിരൺ റിജിജു വരുന്നത് മോദിയുടെ സന്ദേശവുമായിട്ടല്ലേ, മോദിയുടെ പ്രതിപുരുഷനായിട്ടല്ലേ അദ്ദേഹം വരുന്നത്? അത് തന്നെ ഒരു വലിയ തെളിവല്ലേ? മോദി വരുന്നതിന് ഏതാണ്ട് തുല്യമല്ലേ അത്? അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് ദേശീയ BJP നേതൃത്വം, കേന്ദ്ര സർക്കാരും എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നത് ഇതിലൂടെ വ്യക്തമാണ്. തീർച്ചയായിട്ടും. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ എല്ലാ സഭകളും ഈ പറയുന്നത് പോലെ BJPയെ പിന്തുണച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച നമ്മൾ കാണുന്നില്ല. വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ട് BJPയിലേക്ക് ഒഴുകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിന് ഈ വഖഫ് ഭേദഗതി ബില്ല് വലിയ അളവ് വരെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ അപകടം എന്താണെന്ന് നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത് മുനമ്പത്തെ ജനങ്ങളാണ്. അവർ അത് നേരിട്ടവരാണ്, നേരിട്ട് വിജയിച്ചവരാണ്. അത് വിജയിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് BJPയാണ്, കേന്ദ്ര സർക്കാരാണ്. ഈ സത്യം അവർ തിരിച്ചറിയുന്നു. അത് കേരളത്തിലെ ഈ ഹിന്ദുവിനെ പോലെ അസംഘടിതമായി വിവിധ ജാതികളായിട്ട് ഒക്കെ തിരിഞ്ഞു നിൽക്കുന്നവരല്ല. വിവിധ സഭകളൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിനിടയ്ക്കും ജാതിയൊക്കെ ഉണ്ട്, അതില്ലെന്നല്ല. പക്ഷെ ആ സഭകൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ കൃത്യമാണ്. ഒരു സഭയ്ക്ക് കിട്ടുന്ന വിവരം അവർ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കും. ഇപ്പോൾ കൃത്യമായിട്ടും ഈ വഖഫിൻ്റെ ഭീകരത എന്താണ് എന്ന് അവർക്ക് മനസ്സിലായി. അതവർ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തെയും അവരത് വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം BJPയെ പിന്തുണച്ച് നിൽക്കുന്നത്. ഈ കടുത്ത പാർട്ടിക്കാരായ ആൾക്കാർ, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാവും. അവർ സ്വാഭാവികമായിട്ടും അവർ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അവർ പോലും ഈ വിഷയത്തിൽ ആടി നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് ഒന്നും വേണ്ടല്ലോ. LDFലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ഉൾപ്പെടെ ചില ഭേദഗതിക്ക്, ചില കാര്യങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അനുകൂലമായി. രാജ്യസഭയിൽ ജോസ് കെ മാണി പോലും പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ ഈ ട്രൈബ്യൂണലിന്റെ അപ്രമാദിത്വം ഞങ്ങളും അംഗീകരിക്കുന്നില്ല, അത് കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നുള്ള ഈ ഭേദഗതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പിന്നെ ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ 2 പേരെ കൊണ്ടുവരണം എന്നും അതിനെ ഞങ്ങൾ എതിർക്കുന്നു. ഇങ്ങനെ 2 വള്ളത്തിലും കാലൂന്നിയ ഒരു അഭ്യാസമാണ് ജോസ് കെ മാണി. അങ്ങനെ ഒരു അഭ്യാസിയാക്കി ക്രൈസ്തവർ മാറ്റിയെടുത്തു. അതായത് ജോസ് കെ മാണിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ 100% ഉറപ്പാണ് പരാജയപ്പെടുക. എന്തായാലും പാലയിൽ വിജയിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയായും. ഈ ഇതിനെതിരായി നിന്ന ഹൈബീഡന്റെ നട്ടലന്വേഷിച്ചാണ് ഇപ്പോൾ മുനമ്പത്തിലെ ജനങ്ങൾ നടക്കുന്നത്. എന്തായാലും ഹൈബീഡന് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ ഹൈബീഡൻ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ നേരിടുന്നത്. അതിൽ നിന്ന് തന്ത്രപരമായി ജോസ് കെ മാണി രക്ഷപ്പെട്ടു. അതെ. ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് ആയതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഘടകകക്ഷിയാണല്ലോ, താളം ചവിട്ടി നിൽക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനും സത്യം എന്താണെന്ന് അറിയാം. ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ശരി, ഈ ഭേദഗതി ആവശ്യമാണെന്നറിയാം. പക്ഷേ ഈ പറയുന്നത് പോലെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാതെ രക്ഷയില്ല. അതുകൊണ്ടാണ് ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി തന്ത്രത്തിൽ എങ്ങും തൊടാതെ ഈ എന്താ പറയുക, വരാല് വഴുതി പോകുന്നത് പോലെയാണ് വഴുതി രക്ഷ. പുരാനുമായി ബന്ധപ്പെട്ട അയാൾ പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചതിന്റെ പകുതി പോലും എനിക്ക് തോന്നുന്നില്ല ഈ വഖഫുമായി. അതെ, തീർച്ചയായിട്ടും അതിന്റെ പകുതി ശക്തി പോലും ഇല്ല. പറഞ്ഞില്ല. ഈ പറയുന്ന ആ ഒരു നയമാണ്, അഴകുഴമ്പൻ നയമാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ മുനമ്പത്തുകാർക്കും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും സത്യം മനസ്സിലായി. അവർ തീർച്ചയായിട്ടും കിരൺ റിജിജുവിൻ്റെ വരവ് വലിയ തോതിൽ ആഘോഷിക്കും.
എന്ന് മാത്രമല്ല അവരുടെ ശക്തമായ പിന്തുണ BJPക്ക് കൊടുക്കുകയും ചെയ്യും. ഇതോടുകൂടി കേരളത്തിൽ BJPക്ക് ഇപ്പോൾ 20% വോട്ടിലേക്ക് എത്തി നിൽക്കുകയാണ് BJP. അത് വലിയ തോതിൽ വർദ്ധിക്കും. BJPക്ക് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിൻ്റെ ഈ പറയുന്ന മലയോര മേഖലയിലും ഒക്കെ വലിയ തോതിൽ BJP അനുകൂലമായി ക്രിസ്ത്യൻ സമുദായം വോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറും എന്ന് വ്യക്തമാണ്. തീർച്ചയായും